വെൽക്കം ടു ഇഗ്നോ പോയിന്റേഴ്സ്. സോ ഇന്നത്തെ പ്രോഗ്രാം ഡീകോഡ് സെഷനിൽ നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസ് ഇൻ ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. സോ ഇഗ്നോയിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ 4 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊരു നല്ല ഓപ്ഷനാണ്. അതേസമയം ആ 4 വർഷത്തെ കോഴ്സിലും നമുക്ക് ആദ്യത്തെ വർഷത്തിന് ശേഷം, രണ്ടാമത്തെ വർഷത്തിന് ശേഷം, മൂന്നാമത്തെ വർഷത്തിന് ശേഷം എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതേസമയം 4 വർഷം പൂർത്തീകരിച്ചാണ് നിങ്ങളുടെ കോഴ്സ് പൂർത്തീകരിക്കുന്നതെങ്കിൽ ആ രീതിയിലും പൂർത്തീകരിക്കാം. ഇവിടെ പറയാൻ പോകുന്നത് ബാച്ചിലേഴ്സ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാംസിനെ കുറിച്ചാണ്. ഇത് 3 വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രി കോഴ്സാണ്. മിനിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 വർഷമാണ്. അതേസമയം ഒരു നോർമൽ BA ഡിഗ്രിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് BA ഓണേഴ്സ് ഡിഗ്രി. അപ്പോൾ കുറച്ചധികം ഒരു പഠനം അഥവാ ഒരു ലേണിംഗ് കോമ്പണൻറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചിലർ ഓഫ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം, അതിലേത് രീതിയിലാണ് കോഴ്സസ് വരുന്നത് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഗ്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ ഇഗ്നോയുടെ പ്രൊസീജിയേഴ്സ്, അഡ്മിഷൻ തൊട്ട് സർട്ടിഫിക്കേഷൻ വരെയുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ ഈ ചാനലിൽ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. സോ അതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഒരു ലേണിംഗ് ജേർണി കുറച്ചും കൂടി ഈസി ആവും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇഗ്നോയുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അഥവാ വാട്സപ്പിൽ ഡയറക്റ്റായിട്ടും നമ്മളോട് സംസാരിക്കാവുന്നതാണ്. ഒരു ടെക്സ്റ്റോ വോയിസ് മെസ്സേജോ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 24 hours നമ്മളതിന് റിപ്ലൈ തരാൻ ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ content of this video, which is Bachelor's Honours Degree Program. അപ്പോൾ ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചിലർ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സോ 13 കോഴ്സസാണ് ഇഗ്നോയുടെ ബാച്ചിലർ ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതേതൊക്കെയാണ്? എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ആന്ത്രോപോളജി, ബയോകെമിസ്ട്രി, ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, ഉറുദു ആൻഡ് ഫൈനലി ഇംഗ്ലീഷാണ്. സോ ഇതിലേതെങ്കിലും ഒരു കോഴ്സിന് ബാച്ചിലർ ഓഫ് ഓണേഴ്സിന് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ജൂലൈ 2026 അഡ്മിഷൻ വിൻഡോയിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് വീഡിയോ കാണുന്നതെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഈ വീഡിയോയിലൂടെ സമ്പാദിക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഇതിൻ്റെ എലിജിബിലിറ്റി. നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഓഫ് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന് ചേരണമെങ്കിൽ ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് 10+2 ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. അതായത് നമുക്കൊരു +2 കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനിൽ തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ഈ കോഴ്സുകളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. നിങ്ങളൊരു BA ഓണേഴ്സ് ഇംഗ്ലീഷ് പ്രോഗ്രാമിന് ചേരുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും ഇംഗ്ലീഷിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക പ്രോഗ്രാംസും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്. ഇനി നമ്മളൊരു ഓണേഴ്സ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട്. എന്തൊക്കെ തരം കോഴ്സുകളായിരിക്കും നമ്മൾ പഠിക്കുക? ഈ 3 വർഷത്തിൽ നമുക്ക് 6 സെമസ്റ്റർ ആയിരിക്കും. ഈ 6 സെമസ്റ്ററിലും നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട സബ്ജക്ട്സ് അഥവാ കോഴ്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BA ഹിസ്റ്ററി അഥവാ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നമ്മളിപ്പോൾ BA ഹിസ്റ്ററി കോഴ്സെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ BA ഓണേഴ്സ് ഹിസ്റ്ററിക്കാണ് ചേരുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും കുറച്ച് കോർ കോഴ്സസ് പഠിക്കണം, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് പഠിക്കണം, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി കോഴ്സസ് പഠിക്കണം, അതേപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസും ജനറിക് എലക്റ്റീവ്സും പഠിക്കണം. അപ്പോൾ എന്താണ് ഈ കോർ കോഴ്സ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, അങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. സോ അതിനൊരു ക്ലാരിറ്റി നമ്മളിവിടെ വരുത്താം. അപ്പം നിങ്ങളുടെ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് പിന്നീട് ഈ പ്രോസ്പെക്ടസ് വഴി നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ കോർ കോഴ്സസ്? അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഡയഗ്രം കാണുന്നുണ്ട്. ആ ഡയഗ്രം എന്ന് പറയുന്നത് BA ഓണേഴ്സ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് കോഴ്സസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിൻ്റെ ഡയഗ്രമാണ്. സോ ഈ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇഗ്നോ യൂണിവേഴ്സിറ്റി അഥവാ ഗവൺമെൻറ് ഇൻ ജനറൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് നിലവിൽ എല്ലാ കോഴ്സുകളിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നമുക്ക് കേവലം നമ്മുടെ സബ്ജക്റ്റ് മാത്രം അറിഞ്ഞാൽ പോരാ, അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഡീപ്പറായിട്ടുള്ള പഠനത്തിന് സഹായകമാവുന്ന മറ്റ് സബ്ജക്ട്സും കൂടി അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹിസ്റ്ററിയിലെ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ എക്കണോമിക്സ് പഠിക്കുമ്പോഴും നമ്മൾ ഹെൽത്തിലും എഡ്യൂക്കേഷനിലും ഒക്കെ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് മാത്രമല്ല മറ്റ് പല സബ്ജക്ട്സും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈ വെറും ഒരു ഡിഗ്രി മാത്രം സമ്പാദിച്ചാൽ പോലെ ആ ഡിഗ്രിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ് പേപ്പേഴ്സ് പഠിക്കണം, അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് പേപ്പേഴ്സ് പഠിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്കണോമിക്സ് എടുക്കുമ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പേപ്പറായിട്ട് വരുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആണ്. ഇന്ന് ഡാറ്റ അനലിറ്റിക്സ് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഫീൽഡാണ്. നിങ്ങളൊരു എക്കണോമിസ്റ്റ് ആയിരിക്കുമ്പോഴും ഡാറ്റ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ റിസർച്ചിനൊക്കെ സാധ്യത തരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് എക്കണോമിക്സിൻ്റെ കാര്യം, അതേപോലെ തന്നെ ഹിസ്റ്ററി പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ മറ്റ് സബ്ജക്ട്സ് പഠിക്കുന്നവർക്കും ഒക്കെ ഇത്തരത്തിൽ ഇഗ്നോ സ്കിൽ എൻഹാൻസ്മെൻറ്റിന് ഓരോ കോഴ്സസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്ന പേപ്പർ അവയർനെസ് ജനറേഷൻ്റെ ഭാഗമായിട്ടും ഡിഗ്രിയുടെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഡിഗ്രി അത് BA ഹിസ്റ്ററിക്ക് ചേർന്നു അഥവാ BA എക്കണോമിക്സിന് ചേർന്നു എന്ന് വിചാരിച്ച് എക്കണോമിക്സും ഹിസ്റ്ററിയും മാത്രമല്ല പഠിക്കുന്നത്, മറ്റ് പല പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കോഴ്സുകളെ കോർ കോഴ്സെന്നും ഡിസിപ്ലിൻ സ്പെസിഫിക്കെന്നും എബിലിറ്റി എൻഹാൻസ്മെൻറ്റെന്നും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്നും ജനറിക് എലക്റ്റീവ്സ് എന്നും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോർ കോഴ്സസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിനോട് അത്രയും ചേർന്ന് നിൽക്കുന്ന ആ സബ്ജക്റ്റ് തന്നെ പല പല ആഴങ്ങളിൽ പഠിക്കുന്നതാണ്. അതേസമയം ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സിനോട് നമ്മൾ പഠിക്കുന്ന കോഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന എന്നാൽ അതിൻ്റെ കുറച്ച് വ്യത്യസ്തമായ ഡയമെൻഷൻസ് ആണ് വരിക. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് ലേണറിൻ്റെ എബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതും, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ് ചെയ്യാനും, ജനറിക് എലക്റ്റീവ്സ് എന്ന് പറയുന്ന വേറൊരു സെറ്റ് ഓഫ് കോഴ്സസും അവൈലബിൾ ആണ്. ഇനി നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സോ ഈ പ്രോഗ്രാം ടെംപ്ലേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ എത്ര കോർ കോഴ്സസ് പഠിക്കണം, എത്ര ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് പഠിക്കണം, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് പഠിക്കണം, ആ ഒരു ലിസ്റ്റിംഗ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതൽ പോകുന്നില്ല, മറിച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്കണോമിക്സ് എന്നുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ് എക്കണോമിക്സ് എന്നുള്ളൊരു കോഴ്സ്. അപ്പോൾ എക്കണോമിക്സ് നിങ്ങളൊരു കോഴ്സായിട്ട് എടുക്കുകയാണ്, BA ഓണേഴ്സ് എക്കണോമിക്സിനാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കോർ കോഴ്സസ് ഏതൊക്കെയാണ് എന്നതിൻ്റെ ലിസ്റ്റിംഗ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ കോഴ്സസിൻ്റെ പേര് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം എന്താ പറയുക നല്ല ഹയർ ആയിട്ടുള്ള എക്കണോമിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് തരുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോർ കോഴ്സസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് കോർ കോഴ്സസ് വരുന്നത്, പൊളിറ്റിക്കൽ സയൻസിൽ ഏതാണ്, സൈക്കോളജിയിൽ ഏതാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഏതാണ്, സോഷ്യോളജിയിൽ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ലിസ്റ്റിങ്ങിൽ കാണുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് ആണ്. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് എടുത്ത ഒരാൾക്ക് വരുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ഏതാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ കാണുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഹിസ്റ്ററി എടുത്തയാൾക്ക്, പൊളിറ്റിക്കൽ സയൻസ് എടുത്തയാൾക്ക്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജി, സോഷ്യോളജി തുടങ്ങിയ സബ്ജക്ട്സ് എടുത്തവരുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ആണ് നമ്മൾ കണ്ടത്. ഇനി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്താണ്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്സിന് കണ്ടു ഡാറ്റ അനാലിസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെ ആന്ത്രോപോളജി വന്നിരിക്കുന്ന ആളുകൾക്ക് ടൂറിസം ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ കണ്ടു, സ്കിൽ എൻഹാൻസ്മെൻറ്റ് പേപ്പറായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് ജനറിക് എലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിസ്റ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. സോ ഇതാണ് BA ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഓൾ ടുഗെദർ അനാലിസിസ് എന്ന രീതിയിൽ പറയാനുള്ളത്. ഇനി നിങ്ങൾ വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഓരോ കോഴ്സിൻ്റെയും ഏതൊക്കെയാണ് ജനറിക് എലക്റ്റീവ്സ്, ഏതൊക്കെയാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എന്നുള്ളത് കോഴ്സ് കോഡ് സഹിതം കൊടുത്ത ഓരോ കോഴ്സിൻ്റെയും കീഴിൽ കൊടുത്തിരിക്കുന്ന ടെംപ്ലേറ്റും അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹം, ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ കോഴ്സിൻ്റെ കോഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വി വിൽ ട്രൈ ടു റിപ്ലൈ യു in 24 hours or as early as possible. Also please like, share and subscribe to the channel. Also share with your IGNOU friends so that we can reach maximum number of IGNOU learners. So have a good day and have a happy learning journey with IGNOU University. Thank you.